ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിപ്പോൾ ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയിലാണ്. ഇവിടെ ഒരു കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് സ്റ്റീഫൻ. അദ്ദേഹത്തിൻ്റെ ആദ്യ പേര് ആണ്ടവൻ എന്നായിരുന്നു. ആണ്ടവൻ എന്ന പേരുള്ള ഇദ്ദേഹം പിന്നീട് ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുകയും സ്റ്റീഫൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. താൻ ഏതാണ്ട് 30-ലധികം വർഷങ്ങളായി ഈ ഇടുക്കി ജില്ലയുടെ പ്രദേശത്ത് തമിഴ്നാട്ടിൽ നിന്ന് കടന്നു വന്ന് സുവിശേഷ വേല ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. ഇദ്ദേഹം പെയിന്റിംഗ് ജോലി ചെയ്തുകൊണ്ട് ഈ ആൻറ്റി ഏലക്കാടുകളിൽ പോയി ജോലി ചെയ്തുകൊണ്ട് ഇദ്ദേഹം പെയിന്റിങ്ങും ആൻറ്റി ഏലക്കാടുകളിൽ ജോലി ചെയ്തുകൊണ്ടും സുവിശേഷ വേല ചെയ്യുകയായിരുന്നു. ഇപ്പോൾ പാസ്റ്റർക്ക് ഏതാണ്ട് 58 വയസ്സ് പ്രായമായി. താൻ ഇപ്പോൾ ഒരു ഓപ്പറേഷന് വിധേയനായിട്ടിരിക്കുകയാണ്. ഒരു ഓപ്പൺ ഹാർട്ട് സർജറിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ താമസിച്ച് സുവിശേഷ വേല ചെയ്യുന്നു. അതോടൊപ്പം എനിക്ക് ഭാഷാപരമായ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രിയപ്പെട്ട കുടുംബത്തെ സഹായിക്കാൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. കാരണം നിങ്ങൾ വിദേശത്ത് താമസിക്കുന്ന ആളുകൾ, അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ഇറ്റലിയിലും ഒക്കെ ഇരിക്കുന്ന ആളുകളും, അതുപോലെ നമ്മുടെ കേരളത്തിന് വെളിയിലുള്ള ആളുകളൊക്കെ സുവിശേഷ വേലക്കാരെ സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ ആളുകൾക്ക് ഈ പ്രിയപ്പെട്ട കുടുംബത്തെ ഞാൻ പരിചയപ്പെടുത്തി തരികയാണ്. ഇവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. ഈ പ്രിയപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കാൻ നമുക്കൊരു ബാധ്യതയുണ്ട്, ഒരു ഉത്തരവാദിത്വമുണ്ട്. തമിഴ്നാടിൻ്റെ തൻ്റെ സ്വദേശമൊക്കെ വിട്ടെറിഞ്ഞ് ഇവിടെ വന്ന് ജോലിയോടുകൂടെ സുവിശേഷ വേല ചെയ്യുക. എന്നാൽ ഈ ഇത്രയും നാളത്തെ തൻ്റെ ഈ 30 വർഷത്തെ സുവിശേഷ വേലയിൽ താൻ ഒന്നും സമ്പാദിച്ചില്ല. കിട്ടിയതെല്ലാം സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുത്തു. ഇപ്പോൾ ഒരു സ്കൂട്ടറുണ്ട്, അത് ഒരാൾ മേടിച്ചു കൊടുത്താണ്, ഒരു സ്കൂട്ടി. ആ സ്കൂട്ടിയിൽ താൻ മൈക്കും ഒക്കെ വെച്ച് കെട്ടി സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പോകാൻ പറ്റുന്നില്ല, മറ്റു പല പ്രശ്നങ്ങളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യം നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കണം. കേട്ടതിന് ശേഷം ഈ പ്രിയപ്പെട്ട കുടുംബത്തെ സഹായിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ കൈ അയച്ച് നിങ്ങൾ ഈ കുടുംബത്തെ സഹായിക്കാനായിട്ട് മുമ്പോട്ട് വരണം. കാരണം ഇദ്ദേഹം ഒരു മറ്റ് സംസ്ഥാനത്തിൽ നിന്ന് ഈ ഇടുക്കിയുടെ പ്രദേശത്ത് സുവിശേഷ വേല ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യം നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം ഈ പ്രിയപ്പെട്ട കുടുംബത്തെ സഹായിക്കാനായിട്ട് നിങ്ങൾ രംഗത്ത് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ ഇദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യം കേൾക്കുവാനായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്ററെ, സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, നാട് എവിടെയായിരുന്നു, ഇവിടെ ഇടുക്കി ജില്ലയിൽ വന്നിട്ട് എത്ര നാളായി, എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് പാസ്റ്റർ ഇവിടെ ഇടുക്കി ജില്ലയിൽ വന്നത്? ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? പറയാം. ഞാൻ തമിഴ്നാട് സ്വദേശിയാണ്. എനിക്ക് തമിഴ്നാട്ടിൽ എവിടെയാ സ്ഥലം? തമിഴ്നാട്ടില് പെരിയകുളം എന്ന് പറഞ്ഞ തേനിക്കടുത്ത് പെരിയകുളം എന്ന സ്ഥലത്തില് അംബേദ്കർ എന്ന ഒരു വില്ലേജിനകത്താണ് ഞങ്ങളുടെ ജീവിതമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ വർക്കുകൾ വന്ന് എൻ്റെ വർക്ക് പെയിൻറ്റിങ് കൂടെയായിരുന്നു. അപ്പോൾ പെയിൻറ്റിങ് ഇവിടെ ഡ്രോയിങ് വരയ്ക്കുന്ന ഒരു ഭാഗമായിരുന്നു. അവിടുത്തെ വർക്കില്ലായ്മയുണ്ട്, വളരെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ കേരളത്തിൽ കടന്നു വരുവാൻ ഇടയായി. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് പാസ്റ്റർ ഇവിടെ വന്നത്? 33 വർഷത്തിന് മുമ്പാണ്. 33 വർഷങ്ങൾക്ക് മുമ്പ്. പാസ്റ്ററുടെ പേര്? എൻ്റെ പേര് പഴയ പേര് ആണ്ടവനാണ്, ഇപ്പോൾ സ്റ്റീവനാണ്. നേരത്തെ പേര് ആണ്ടവൻ. ആണ്ടവൻ, അതെ. ഇപ്പോഴത്തെ പേര് സ്റ്റീഫൻ. അപ്പോൾ 33 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നു അല്ലേ? അതെ. അപ്പോൾ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്? ഇവിടെ സുവിശേഷത്തിനെയും പെയിന്റിംഗ് വേല ചെയ്തുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യാമല്ലോ. സുവിശേഷ വേലയ്ക്ക് തണിച്ചു പോയി ആരും സ്വീകരിക്കത്തില്ല. പെയിന്റിങ് ചെയ്യുമ്പോൾ ചില വീട് കയറുമ്പോൾ സുവിശേഷം ലഘുവായിട്ട് പറയാൻ വേണ്ടിയായിരുന്നു എൻ്റെ മനസ്സ് ആഗ്രഹവും. അങ്ങനെ തന്നെ ദൈവം എനിക്ക് വലിയ വിവാദം ഒരുക്കി തന്നു. പാസ്റ്റർ ജനിച്ചു വളർന്നത് ഈ ക്രിസ്തീയ വിശ്വാസത്തിലാണോ? അല്ല. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? പിന്നെ എങ്ങനെയാണ് ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നത്? പറയാം. ഞാൻ ക്രിസ്തീയ വിശ്വാസി വരാനുള്ള കാരണം, എനിക്ക് പണ്ടേ ഒരു ഹാർട്ടിൽ ഒരു അറ്റാക്ക് പോലെ എപ്പോൾ വരും. പെയിൻറ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വീഴും. അങ്ങനെ വീഴുന്ന സമയത്ത് എൻ്റെ മമ്മി
പറഞ്ഞു, അയ്യോ ഈശോയ്ക്ക് നമുക്ക് നേർച്ച കൊടുക്കാം, എൻ്റെ മോൾക്ക് ഇങ്ങനെ ഈ രോഗം വരാതെ ദൈവം കാത്തെങ്കിൽ നേർച്ച കാഴ്ച കൊടുക്കാന്ന് പറഞ്ഞ് ഇത് മാരിയമ്മ ക്ഷേത്രത്തിലെ ഭദ്രാളി ക്ഷേത്രത്തിൽ നേർച്ചയിട്ടു. അങ്ങനെ പല നേർച്ചയിട്ട് ഈ വേദന എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. അങ്ങനെ മാറാതിരിക്കുമ്പോഴാണ് ഞാൻ ഒരു ബ്രദർ വന്ന് പറയുകയാണ്, ആണ്ടവർ നീ യേശുവിനെ സ്വന്തം ദൈവം സ്വീകരിച്ചു കഴിഞ്ഞാൽ നീ ഏത് രോഗവും എൻ്റെ യേശു മാറ്റിത്തരം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും തർക്കിക്കാനിടയായി. തർക്കിച്ച സമയത്ത് പുള്ളി ലാസ്റ്റ് പറഞ്ഞു, എനിക്ക് ഏത് ദൈവത്തെ സേവിച്ചോ, യേശുവാണ് നിന്റെ പാപത്തിന് പരിഹാരം, വേറെ ഒരു മാർക്കുമില്ലെന്ന് പറഞ്ഞപ്പോൾ യെസ് അന്ന് ആ നിമിഷത്തിൽ വെള്ളം പ്രാച്ചേരി കൊടുക്കുകയും വാങ്ങിച്ചു കുടിക്കുകയും ചെയ്തു. അന്ന് തൊട്ട് ഇതുവരെയ്ക്ക് ഈ രോഗമായിട്ടുള്ള സൈലന്റ് അറ്റാക്കുമായിട്ടുള്ള വീഴ്ചയിലെ ദൈവം ഹോസ്പിറ്റൽ പോകാതെ ദൈവം കാത്തു ഇന്ന് വരെ. അപ്പം എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നത്? 1998-99 കാലഘട്ടങ്ങളിൽ ഞാനിങ്ങനെ ദൈവത്തെ സ്വന്തം ദൈവമായിട്ട് സ്വീകരിക്കുവാനിടയായി. അതായത് ഇവിടെ വന്നതിന് ശേഷമാണ് അല്ലേ? ഇവിടെ അവിടുന്ന് രക്ഷിക്കപ്പെട്ട് ഹൈറേഞ്ചിൽ കയറി വരിക. അല്ല, ഈ ഹൈറേഞ്ചിൽ വന്നിട്ട് എത്ര വർഷമായി? ഹൈറേഞ്ചിൽ വന്നിട്ട് ഏകദേശം 30 വർഷത്തോളമായി. 30 വർഷത്തോളമായി. അപ്പോൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ടുള്ള യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാനുള്ള കാരണം ഇതാണ് അല്ലേ? അതെ അതെ. അപ്പോൾ അങ്ങനെ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചതിന് ശേഷം വീട്ടിൽ നിന്ന് വല്ല എതിർപ്പുകളൊക്കെ ഉണ്ടായോ? വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി, എനിക്ക് സമ്പത്തില്ല, ഇറങ്ങി പൊക്കോണം, ഇവിടെ എൻ്റെ മൂത്ത മണിക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ് അന്ന് പുറത്താക്കിയതാണ്. ഞാൻ പിന്നെ ബൈബിളും ആയിട്ട് വന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി? അതെ. അല്ല, വീട്ടിൽ നിന്ന് വീതവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല? ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഒരുപാട് ഉപദ്രവിച്ചോ വീട്ടുകാരെ? ഉപദ്രവിച്ച് വീട്ടിൽ പുറത്ത് ഇറക്കി കഥ കടച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം പിന്നീട് ആണ് ഈ കേരളത്തിലേക്ക് വരുന്നത്. അതെ അതെ. അപ്പോൾ പാസ്റ്റർ പിന്നീട് ഒരു സുവിശേഷകനാകണം, അല്ലെ ഒരു പാസ്റ്ററായി കർത്താവിൻ്റെ വേല ചെയ്യണം എന്നുള്ളൊരു താല്പര്യമുണ്ടായതിൻ്റെ കാരണം എന്താണ്? ഞാൻ താല്പര്യം ഉണ്ടാകാൻ കാരണം, അപ്പോൾ 6 ദിവസം പണിക്ക് പോയാൽ 7-ാം ദിവസം ആൾക്കാരുമായിട്ട് ചാരായം കുടിക്കുകയും സീറ്റ് വിളയാടി വിളിക്കുന്ന ഓർത്തിട്ട് ചർച്ചിൽ പോയാൽ നല്ല വഴി വരച്ചു കൊടുക്കുമല്ലോ പാസ്റ്റർമാർ എന്ന് പറഞ്ഞ ആ രീതിയിൽ ഞങ്ങൾ കാരേജിൽ വരികയും ചെയ്തു. അന്നേരം ഒരു ബൈബിളുമായിട്ടാണ് കയ്യിൽ വന്നത് ഞാൻ. അതായത് പാസ്റ്റർ നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു? നന്നായിട്ട് വാട്ടി സ്വന്തമായിട്ട് തന്നെ വാട്ടിയെടുത്ത് മദ്യപിക്കുന്ന മനുഷ്യനാണ്. സ്വന്തമായിട്ട് വാട്ടി കുടിക്കുന്ന വ്യക്തിയായിരുന്നു. എന്നിട്ട് വഴക്കുണ്ടാക്കും? വഴക്കിന് പോകത്തില്ല, സ്വന്തമായി വാറ്റി കുടിച്ചുകൊണ്ടേയിരിക്കും, അത്രേ ഉള്ളൂ. കൂടുതലായിട്ട് വഴക്ക് ആരും കണ്ട പിന്നെ വഴക്ക് വന്നാൽ വഴക്കായിട്ട് തന്നെ അന്നത്തെ ദിവസം മൊത്തം പോകും. അപ്പം ഹൈറേഞ്ചിൽ വന്നതിന് ശേഷം അപ്പം വിവാഹം ഒക്കെ നടന്നത് തമിഴ്നാട്ടിൽ വെച്ചാണോ അതോ കേരളത്തിൽ വന്നതിന് ശേഷമാണ്? ആന്റിയുടെ പേരെങ്ങനെയാ? ആയിക്കോട്ടെ. അപ്പം പിന്നീട് കേരളത്തിൽ വന്നതിന് ശേഷം പാസ്റ്റർ ഏതൊക്കെ രീതിയിലാണ് സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്തത്? ഞാനിങ്ങനെ ചർച്ചിൽ പോയിട്ട് ട്രാക്ടർ എടുക്കും. ട്രാക്ടർ എടുത്ത് സ്കൂളുകളിൽ പോയി നിൽക്കും. സ്കൂളിൽ നിന്നിട്ട് 10 മണിക്ക് ഇന്റർവ്യൂ സമയത്ത് കൊണ്ടുപോയി എല്ലാവർക്കും കൊടുത്തില്ല. ഏതെങ്കിലും ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുണ്ടോ? ഞാൻ മാറാനാഥ പാസ് കൂട്ടത്തിൽ ഒരു വർഷം നിന്നു. ബൈബിൾ കോളേജ് പഠിച്ചു. ബൈബിൾ സ്കൂളിൽ വന്ന് ഇവിടെ 98 ഇവിടുത്തെ കീഴിലില്ല മൂവാറ്റുപുഴ കീഴിലെടുത്ത് 1 വർഷം പഠിച്ചു. അതിനുശേഷം ഡിപ്ലോമ ഒന്ന് വാഗമുണ്ടെന്ന് ഒരു പാസ് എനിക്ക് ക്ലാസ് എടുക്കുവാൻ ഈയിടെ ഡിപ്ലോമ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. പിന്നീട് സുവിശേഷ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഇത് ട്രാക്ടറുകൾ എടുക്കും. ട്രാക്ടർ എടുത്ത് ഇങ്ങനെ ഞാൻ എന്ന് അവധിയോ അന്ന് പാസ് എടുത്ത് ചെന്നിട്ട് പറഞ്ഞ് ഇവിടെ പേർസവ ചർച്ച് ഉണ്ടാണ് കയറഞ്ചില്. അപ്പോൾ പേർസവ ചർച്ചുകളിൽ പാസിട്ട് ചോദിച്ചിട്ട് പാസ്റ്റുമായിട്ട് പോകും. ഇല്ലെങ്കിൽ ഞാൻ തന്നെ ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരുമായിട്ട് ചെന്ന് CRCC സ്കൂളിൽ മുമ്പിൽ പോയി നിന്ന് ഇത് കൊടുത്തിട്ട് മടങ്ങി വരാറുണ്ട്. ചിലർക്ക് അന്നേരം ആർക്കും പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ട് മടങ്ങി വന്നിട്ടുണ്ട്. പിന്നീട് ഈ സഭാ ശുശ്രൂഷയിലേക്ക് വന്നത് എന്താണ്? അതിന്റെ കാരണം എന്താണ്? സഭാ ഇപ്പൊ ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, ശിവൻജി നിനക്ക് ഫുൾ ടൈമായിട്ട് കർത്താവിന്റെ വേല ചെയ്യാൻ ഒരു വിടിയുള്ള മനുഷ്യനാണ്, അതുകൊണ്ട് നീ ഇങ്ങനെ പോയ ശരിയാകത്തില്ല, പണിക്ക് ചെയ്ത്. ഞാൻ പറഞ്ഞത് പാസ്റ്റർ പത്രോസും ഫിലിപ്പോസും ഇവരെല്ലാം കർത്താവിന്റെ വേല എങ്ങനെ ചെയ്തു? അധ്വാനിച്ചുകൊണ്ട് പഠിച്ചു തന്നെ കർത്താവിന്റെ വേല ചെയ്തില്ലേ
അപ്പോൾ അതുപോലെ ചെയ്ത് എന്താ കുഴപ്പമെന്ന് പറഞ്ഞു. അല്ല അങ്ങനെക്കാളും തനിച്ച് ഒരു ഊഴിയത്തിൽ പോകുന്നത് നല്ലതായിരിക്കും, എൻ്റെ കൂട്ടത്തിൽ കൂടെ പോരെ എന്ന് പറഞ്ഞ് പല പാസ്റ്റർമാർ കൂട്ടത്തിൽ എന്നെ വിളിച്ചു കൊണ്ട് പോയിട്ടുണ്ട്. നമ്മുടെ പേസവ ചർച്ചിൽ തങ്കച്ചൻ പാസ്റ്റർ ഉള്ള സമയത്ത് പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഏജി ചർച്ചിലെ TP പാസ്റ്റർമാർ വന്നിട്ട് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ അവനെ വിളിച്ചുകൊണ്ട് ചില ഗ്രാമങ്ങളിലെയും പോയി പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്ടിലെ പല ഗ്രാമങ്ങളിലെ ഇത് സിഗ്നലിൽ നമ്മുടെ ഗാന്ധിനഗർ, ലക്ഷ്മിപുരം, ഉപ്പരപാളയം, മമ്മദ് ഇങ്ങനത്തെ പല അനേക സ്ഥലങ്ങളിൽ അവിടെ പോയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് കിട്ടത്തട്ട നമ്മുടെ പുട്ടുസിറ്റി, അയ്യരുവാര, സുൽത്താനിയ, പിന്നെ കുരിശുമല, കന്മണി, പെരിയ കന്മണി, സിറിയ കന്മണി, മേപ്പാറ് ഈ മേഖലയിലേക്ക് കടന്നുപോയി ചുറ്റി മാട്ടുകെട്ട് ചുറ്റി കിട്ടത്തട്ട ഒരു 12-17 കിലോമീറ്റർ ചുറ്റി നടന്ന് തന്നെ യാത്ര ചെയ്തിട്ടുണ്ട്. ദൈവം എങ്ങനെയും ഒരു ആത്മാ രക്ഷിക്കപ്പെടുന്ന ഒരു ആഗ്രഹത്തിനാണ്. പണമുണ്ടാക്കി എന്ന് ആഗ്രഹിക്കുന്നത് എന്തെന്ന് പറയാൻ പറ്റും. പക്ഷെ അതിനേക്കാളുപരി ഒരു ഭാഗ്യമുള്ളതായിട്ടാണ് കരുതി ദൈവം ഇതുവരെയും ഭാഗ്യമായിട്ട് കരുതുന്നുണ്ട്. ആരോടും കൈനീട്ടാ ദൈവം കർത്താവ് വൻകാര്യം അധ്വാനിച്ചുകൊണ്ട് തന്നെ ചെയ്യുവാൻ ഇടയായി. പക്ഷെ ഇപ്പോൾ അത് പറ്റത്തില്ലാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ ദൈവാസമായിട്ട് ഒരു കണ്ടുമുട്ടുവാൻ ഇടയായിട്ടുണ്ട്. പാസ്റ്റർക്ക് മക്കളൊക്കെ എത്ര പേരാ? 3 പേരുമുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുന്നു? ഒരാള് MBA മംഗലാപുരത്ത് പഠിക്കുകയാണ്. ഒരാൾ 10th കഴിഞ്ഞ് +1 കയറുന്നു. ഒരാൾ 8th കഴിഞ്ഞ് 9th സ്കൂളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനു മുമ്പ് 12 മക്കളില്ലായിരുന്നു. 12 വർഷം 12 വർഷത്തോളം മക്കളില്ലായിരുന്നു. അവ 12 വർഷത്തോളം ദൈവത്തോട് ചോദിക്കുകയും അനേക പ്രാർത്ഥിച്ച് പാട്ട് പാടുമ്പോൾ ചിലർ കളിയാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ കർത്താവ് നിങ്ങൾ കുഞ്ഞിനെ തരത്തില്ലേ? ഇന്ന് കളിയാക്കിയ സമയമുണ്ട്. കർത്താവ് അബ്രഹാമോട് പറഞ്ഞ പോലെ 75 ദർശനം പറ്റും. ഞങ്ങൾക്ക് അത് തന്നെയാ ആ ഭാഗമായിട്ട് 13 വർഷങ്ങളായിട്ട് മക്കളില്ലാതെ അങ്ങനെ അവരോട് പറഞ്ഞ് എനിക്കൊരു പ്രായമായിട്ടില്ല, എൻ്റെ കർത്താവിൻ്റെ കുഞ്ഞിനെ തരും, നിങ്ങൾ മുൻപിൽ കൊണ്ട് ആക്കും. കർത്താവ് ഇപ്പോഴും ജീവിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഈ കേൾക്കുന്ന ആർക്കെങ്കിലും മക്കളില്ലെന്ന് ഒന്നും ഭാരപ്പെടേണ്ട. കാലതാമസമായെങ്കിലും കർത്താവ് നേർത്തിയായി ചെയ്യുന്നവനാണ്. അങ്ങനെ വിശ്വാസത്തോടു കൂടി ചിലർ പലരോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ദൈവകൃപയാൽ പ്രാർത്ഥിച്ച് മറ്റു മക്കളിലേക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർക്ക് കുഞ്ഞിനെ 20 ഏക്കറിലെ ടോമിന് പറഞ്ഞ ഒരു കുഞ്ഞിനെ, ഒരു സഹോദരനക്ക് 7 വർഷം മക്കളെ ആൺകുഞ്ഞിനെ ദൈവം തന്നിട്ടുണ്ട്. അങ്ങനെ പലരും പല ഭാഗത്ത് പോയി ചെയ്യുന്ന പ്രാർത്ഥിച്ച സമയങ്ങളിൽ കർത്താവ് അത്ഭുതം ചെയ്തിട്ടുണ്ട് ഞങ്ങളൊക്കെ. ഇപ്പൊ ഈ 12 വർഷം മക്കളില്ലായിരുന്ന സമയത്ത് ഒരുപാട് പരിഹാസങ്ങൾ ഒത്തിരി മറ്റുള്ളവരിൽ നിന്ന് കേൾക്കേണ്ടതായിട്ടുള്ള വന്നിട്ടുണ്ട്. എൻ്റെ അമ്മ തന്നെ പറഞ്ഞു, ഇവള് എവിടെയോ കട്ടപ്പള്ളി കിടന്ന് എവിടെയോ മച്ചിയെ കൊണ്ടുവന്ന് വിവാഹം ചെയ്ത് ചുമ്മാ കൊണ്ടുവന്നിരിക്കുക, ഇവർ മക്കൾ ജനിക്കത്തില്ല, ശാസിക്കുകയും പലിശിക്കുകയും ഞങ്ങൾ പുറത്ത് ഇറക്കി കഥടിച്ചപ്പോ സമയമുണ്ട്. ഞങ്ങൾ നിന്ദിതരായിട്ട് കരഞ്ഞ് ഒരുപാട് കരഞ്ഞ പറയാനൊക്കത്തില്ല. വളരെ വേദന, അങ്ങനെ പറയാനൊക്കത്തില്ല. അതുപോലെ വേദനയാണ്. ഈ 12 കൊല്ലം വേണ്ടി ബന്ധുമിത്രാക്കിയാൽ പിന്നെ കാൽനടയിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എൻ്റെ ഭാര്യ അതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ദൈവം ജീവിക്കുന്നു, എൻ്റെ യേശുവിനും ജീവിക്കുന്നു. നിങ്ങൾക്ക് അറിയായ്മ പറയുന്നു. സാരമില്ലെങ്കിൽ ഉള്ളിൽ പറയണം, ഒരു നിയോഗം ശത്രുവായ സാത്തങ്ങനെ കൊടുത്തായിരിക്കും ഞാൻ തോന്നുന്നു. എനിക്ക് പറഞ്ഞു എങ്കിലും മനസ്സ് ആശ്വാസമായില്ല. എൻ്റെ ദൈവം ഇപ്പോഴും ജീവിക്കുന്നു, എൻ്റെ യേശു എൻ്റെ കുഞ്ഞിനെ തരും. ഈ കയ്യിലെ താറോടിക്കുന്ന പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഒരു പുറവശത്ത് കുറേയേറെ മരച്ചോട്ട് കാരണം സഭയുണ്ട്. എന്നെ സ്വർഗത്തിൽ അപ്പം കേട്ടു. ഇന്ന് 3 മക്കളെ ദൈവം തന്നു. അതല്ല ഈ ഒരു കുടുംബമാണ്. ഇവിടുത്തെ കുടുംബം അതിൻ്റെ അമ്മച്ചി പ്രാർത്ഥിക്കാൻ സാധ്യമായിട്ടുണ്ട്. അമ്മച്ചി ഇപ്പം നിത്യതയോ സ്വർഗത്തിലാണ് അപ്പച്ചൻ്റെ വലതുഭാഗത്ത് ഉണ്ടെങ്കിലും അമ്മച്ചിയുടെ പ്രാർത്ഥനയൊക്കെ വളരെ തണലും കോട്ടയുമായിരുന്നു. 12 വർഷം മക്കളില്ലാതിരുന്ന് ഒരുപാട് കഷ്ടതകളും വേദനകളും ഒക്കെ അനുഭവിച്ചു. അതെ. നിലവിളിച്ച് കരഞ്ഞ ഒരുപാട് സന്ദർഭങ്ങളുണ്ടായി. മണിക്കൂറുകൾ. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥനയിൽ പോയിട്ട് കളരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് പ്രാർത്ഥനയിൽ പോയിട്ട് ഒരു അമ്മച്ചിയും അപ്പച്ചും ഇവിടെ ഓർന്നിക്ക് എന്നാ അപ്പച്ച ഈ വലിയ പാട്ടുകാരണം പാടും, വലിയ പാട്ട് യേശു പാടുന്നുണ്ട്, ബൈബിൾ വചനം ഇങ്ങനെ സംസാരിക്കും. പക്ഷെ എങ്കിലും നിങ്ങൾക്കെന്നെ മക്കളെ തരാതടാ. ആരും പറയാ, എൻ്റെ പൊന്നപ്പച്ച, എൻ്റെ യേശു ജീവിക്കുന്നു,
നന്നായിട്ട് എൻ്റെ കണ്ണുകൊണ്ട് ദൃഷ്ടി കാണുന്ന മനുഷ്യനാണ്. നിങ്ങൾ കാണാതെ കൊണ്ടാണ് നിങ്ങളുടെ സുവിശേഷത്തിൻ്റെ വരിവാതിൽക്കാർ ശത്രു അടച്ചിരിക്കൊണ്ട് എനിക്ക് അറിയത്തില്ല നിങ്ങളെക്കുറിച്ച്. എൻ്റെ ദൈവം എൻ്റെ ഭാര്യയായ സാറാമിൻ്റെ ഉദരത്തിൽ കുഞ്ഞിനെ ജനിക്ക് നിങ്ങൾ കാണും കൊണ്ട് നിങ്ങൾ കയ്യിൽ ഏൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ എങ്കിലും ഒരു അമ്മച്ചി വന്ന് പറഞ്ഞു, എങ്കിലും ഇത്ര വർഷമായിട്ട് മക്കളില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏത് ദൈവമാണ് കളിയാക്ക പറഞ്ഞു. ഈ വാക്ക് തന്നെ വെച്ചു മറച്ചുകളൊന്ന് മാറി നിന്ന് കരഞ്ഞു. കർത്താവേ, സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നല്ല കർത്താവ്, അബ്രഹാമോട് മുൻപിൽ കൊടുത്ത ഈ കല്ലും കൊണ്ടും കുഞ്ഞുങ്ങളിലാണ് ജനിപ്പിക്കുന്നു പറഞ്ഞത്. കർത്താവേ, എനിക്ക് അങ്ങോട്ട് വചനത്തിൽ വിശ്വസിക്കുകയാണ്. എനിക്ക് നീ കുഞ്ഞിനെ എൻ്റെ ഭാര്യയുടെ ഉദരത്തിൽ തരും വിശ്വസിക്കുക. അതുകൊണ്ട് എൻ്റെ കർത്താവ് അധികം താമസിക്കാതെ എനിക്ക് നൽകിയേ പറ്റത്തുള്ളൂ കർത്താവേ. അങ്ങനെയെങ്കിൽ അത് എൻ്റെ ശരീരത്തിൽ ബലഹീനമോ സോർവുകളോ എൻ്റെ പാപങ്ങൾ പാപക്കറികൾ പാരമ്പര്യ ശക്തികളോ എന്നിൽ ഉണ്ടെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ മാറ്റി നിർത്തിയിട്ട് പൈതൽ സാറാമിക്കൊരു കുഞ്ഞിനെ ഉദരത്തിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് 3 ദിവസം 7 ദിവസം ഫാസ്റ്റിംഗ് ആയി. 3 ദിവസം ഫാസ്റ്റിംഗ് തുടങ്ങിയത് 7 ദിവസമായി. എങ്കിലും 7ാമത്തെ ദിവസം ഞങ്ങൾ കണ്ട ഒരു ദർശനമാണ്. ഒരു വൈറ്റ് സീറ്റിൽ ഞങ്ങൾ ആരും വിശ്വസിക്കത്തില്ല, പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്, ഞങ്ങൾ അനുവിശ്വരാണ്. അങ്ങനെ ഒരു വെള്ള സീറ്റിലെ DRUSA DR എഴുതി കാണിച്ചപ്പോൾ എനിക്ക് പരിചയമുള്ള ഡോക്ടർ, ഫാമിലി ഡോക്ടർ പറഞ്ഞ്, ഡോക്ടർ കുസാമി ഡോക്ടർ സാർ ഞാൻ US ഇതെന്നാ എടാ അത് യുണൈറ്റഡ് അമേരിക്കയിൽ പഠിച്ച ഡോക്ടറാടാ, അത് അവിടെയാണ് പറയുന്നത്, അതാ പറയുന്നത് ഇതിന് ഉദ്ദേശങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ. അപ്പോൾ നെടുങ്കണ്ടത്ത് പോയി കാണിച്ചവന്. അപ്പോൾ അവിടെ നെടുങ്കണ്ട് കടന്നു പോകുമ്പോഴാണ് പറയുന്നത്, ഞാൻ ഡോക്ടർ അമേരിക്കയിൽ പഠിച്ച വ്യക്തിയാണ് ഞാൻ, ഗിരിജ, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോ, നിങ്ങൾ കുഞ്ഞിൻ്റെ ദൈവം തരും എന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയമുണ്ട് പറയ ഡോക്ടറെ, നിങ്ങൾ പ്രാർത്ഥിച്ചേക്കണം. അങ്ങനെ ദൈവം അല്പം പ്രബോധനമായിട്ട് എൻ്റെ സാറാമിൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ ദൈവം കാണാനിടയായി. മക്കളില്ലാതെ ഭാരപ്പെടുന്ന ആളുകളോട് നിങ്ങളുടെ അനുഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? എങ്കിൽ ഈ അനുഭവമായിട്ട് പറയുകയാണെങ്കിൽ യേശു ഇപ്പോൾ ജീവിക്കുന്നു, വിശ്വസിച്ചാൽ മാത്രം മതി. വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ മരിച്ച് അടക്കം ചെയ്ത് 3ാമത് ദിവസം ഉയർത്തെഴുന്നേറ്റ യേശു കുഞ്ഞ് ജീവിക്കുന്ന ആരുടെ ഹൃദയത്തിൽ ആ വിശ്വാസം കടന്നു വന്നു. ഏത് മക്കളില്ലായ്മയായിട്ട് കടമ്പാരമാകട്ടെ മണഭാരമാകട്ടെ എൻ്റെ ദൈവം സ്വർഗത്തിൽ അപ്പച്ചും തക്ക സമയത്ത് ഇങ്ങനെ മറുപടി കൊടുക്കുകയും നിങ്ങളുടെ ഉദരഫലം അനുഗ്രഹിക്കുകയും ചെയ്യും. നിങ്ങളുടെ മക്കളെ കാണുകയും ചെയ്യും. സംശയമില്ല. മനുഷ്യരെല്ലാം വാക്കുമാറാതെ യേശു ഇപ്പോഴും ജീവിക്കുന്നതിനാ ഞങ്ങൾ തിരിച്ചാക്ഷികളാണ്. ഓക്കെ, പിന്നീട് പാസ്റ്റർ മക്കളൊക്കെ ഉണ്ടായി, അതിനുശേഷം ഉള്ള ഒരു സുവിശേഷ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? പക്ഷെ അത് പറയാം. ഞങ്ങൾ മക്കൾ ചെന്നപ്പോൾ മക്കൾ കിട്ടിയ പിന്നെ ഞങ്ങൾ ചെന്ന് പറഞ്ഞു, ഒരു ഭാഗത്തിലേക്ക് മേപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് നിന്ന് കുരിശുമല എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ ഏവരും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞ് എങ്ങൾക്ക് ചെയ്ത നന്മയും എങ്കിൽ കിട്ടിയ സമാധാനത്തെയും എങ്കിൽ കിട്ടിയ സന്തോഷങ്ങളും ഷെയർ ചെയ്യുവാനെങ്കിലും ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. ദൈവമക്കൾ ആര് സ്വീകരിച്ചാലും കൊല്ലാം. കർത്താവ് ഇപ്പോൾ ജീവിക്കുന്ന എന്താണ് നിശ്ചാച്ചൻ നിന്നുകൊണ്ട് വരികയാണ്. എങ്ങൾക്ക് 12 കൊല്ലം മക്കളില്ലായിരുന്നു. യേശു തമ്പുരാൻ സ്വർഗത്തിൽ അപ്പച്ചൻ എങ്കിൽ മക്കളെ തന്നു. ആദ്യം മച്ചിന് പറഞ്ഞ ഭാഗത്തിലേക്ക് 6 മാസം എന്ന് പറഞ്ഞ് എലിസബത്തിനോട് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളോട് ദൈവത്തെ ആത്മാ നിയോഗം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ അടഞ്ഞ വാതിൽ ഉദരഫലത്തെ സാറാടി ഉദരഫലത്തെ തുറന്നതുപോലെ നിങ്ങളുടെ ഉദരഫലം തുറക്കും. ദൈവമക്കൾ ഏത് ഡോക്ടർ കാണിച്ചോ കുഴപ്പമില്ല, പക്ഷെ എങ്കിലും യേശു ജീവിക്കുന്ന യേശുവേനും ഒന്ന് വിളിച്ചാൽ മതി. യേശു ഞാൻ ഒരു ഭാവിയാണ്, എനിക്കൂടി ഇറങ്ങണം, എനിക്ക് കുഞ്ഞിനെ തരണം നൽകണം, ആര് പറഞ്ഞാലും തീർച്ചയായും തന്നിരിക്കും. പക്ഷെ കാലതാമതമായാലും അവർ നേർത്തിയാച്ചി. അങ്ങനെ ദൈവം എങ്ങനെ പറഞ്ഞു പ്രവചനത്തിൽ ഒരു അവധി വെച്ചിട്ടുണ്ട്, അത് സമാപ്തിയിലേക്ക് എത്തുന്നത്തോളം ബന്ധപ്പെടുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി എൻ്റെ തമ്പുരാൻ സ്വർഗത്തെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ചോദിക്കാതെ കൊണ്ടാണ്, ചോദിച്ചാൽ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുക, ആ യേശുവിന് സ്വന്തം സ്വീകരിക്കുക, നിങ്ങളെ അനുഗ്രഹിക്കുമാറായിട്ട് പറഞ്ഞ് പ്രാർത്ഥിച്ച് വന്നിട്ടുണ്ട്. പാസ്റ്റർ, ഈ സുവിശേഷ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോകുന്ന സന്ദർഭങ്ങളിൽ എന്തെങ്കിലും ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ സുവിശേഷ വിരോധികളാൽ? വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാം. പറയാം. 2003 കാലഘട്ടത്തിൽ 27-ാം തീയതി ആ സമയത്തിൽ മേപ്പാറ, കുരിശുമല, പുട്ടുശെട്ടി, അയ്യരുവാറ്, സുൽത്താനിയ,
കന്മണി, തവാരണ ഇന്ന മേഖലയിലേക്ക് നിങ്ങൾ പോകാറുണ്ട്. ആ പോകുന്ന സമയത്തേക്ക് കുരിശുമലയിൽ പറയുന്ന താഴ്വരയിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് എൻ്റെ കയ്യിൽ ഒരു സുവിശേഷ ലഘുലേഖ ഉണ്ടായിരുന്നു. ഓരോ ലേഖം പാപമില്ലാവർ കല്ലരിയിട്ടെന്നും, രണ്ടാമത് കൈപ്രതി വിതയ്ക്കുന്ന വിത്ത്, നിലത്തിൻ്റെ വിത്ത് എന്ന് പറഞ്ഞ ഒരു ട്രാക്ടർ കൊണ്ടുപോയായിരുന്നു. എൻ്റെ കൂടത്ത് ഒരു അപ്പച്ച ഉണ്ടായിരുന്നു. കിട്ടത്തട്ട 55-57 വയസ്സോളമുള്ള അപ്പച്ച എൻ്റെ കൂട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇരുവരും രണ്ട് സൈഡുമായിട്ട് നിന്ന് ട്രാക്ടർ എടുത്ത് വന്ന ഒരു RS-കാരോ ഒരു സഹോദരൻ അടുത്ത് വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ പുള്ളി എങ്കിലും വരുന്ന മുമ്പ് തന്നെ ഒരു ചെറിയ ഒരു നൂല്, ചുവപ്പ് നൂലെടുത്ത് കെട്ടിട്ട് ഈ നൂലുക്ക് വന്മാർ അപ്പുറത്ത് ഇടാൻ പാടില്ല, ഇന്ന് എന്തിനും തകർക്കണോ ഉള്ളിൽ മനസ്സോട് നനയ്ക്കുവാനിടയായി ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഈ ട്രാക്ടർ കൊടുക്കുന്ന സമയത്ത് അവിടെ താഴെ വരുന്ന മോളോട് കയറി വരുമ്പോൾ കുരിശുമല കയറി വരുമ്പോൾ അതുവരെ എൻ്റെ കയ്യിൽ തമിഴ് ട്രാക്ടർ ഉണ്ടായിരുന്നു. ആ വീട്ടിൽ വന്നപ്പോൾ മലയാള ട്രാക്ടർ പാപമുള്ള കല്ലരിയിട്ടെന്ന് പറഞ്ഞ് ആ വാക്കുകളിൽ ഞാൻ കിട്ടിയിരിക്കുന്ന ലഘുലേഖനെ കയ്യിൽ എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, അപ്പച്ച നിങ്ങൾ അവിടെ പോയി കൊടുക്ക്, ഞാൻ എൻ്റെ സഹോദരനോട് കൊടുത്തിട്ട് വരാണ്. കൊടുക്കാൻ പോയപ്പോൾ പറഞ്ഞ്, സഹോദര ഇതിൻ്റെ കാര്യങ്ങൾ നിന്നോട് പറയാം, ഒരു നിമിഷത്തിൽ ഞാൻ പറയാം, ദൈവത്തിൻ്റെ കൃപയാൽ ഈ വചനത്തിൽ കൊണ്ടാണ് എൻ്റെ കർത്താവ് എനിക്ക് അത്ഭുതം ചെയ്തിട്ടുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും കുടിയനായിരുന്നു, മുക്കുടിയനായിരുന്നു, കഞ്ചാവും കൊട്ടുപിടി മാറ്റി കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. ഇതുപോലെ ലഘുലേഖ വായിച്ചിട്ടാണ് മാനസാന്തരപ്പെട്ടത്. അതുകൊണ്ട് ഈ വാക്കുകൾ നിങ്ങൾക്ക് ഏൽപ്പിക്കാൻ ഞാൻ എൻ്റെ ദൈവത്തിന് യോഗം കൊണ്ട് വന്നിരിക്കുകയെന്ന് പറഞ്ഞ് ഇത് കൊടുത്തപ്പോൾ പുള്ളി വാങ്ങിച്ചിട്ട് വായിച്ചു, എൻ്റെ കയ്യിൽ തിരികെ കൊടുത്ത്, ഇത് ആടിവിടെ അരിയ അവിടെ വെച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരനെ വിടും, നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ എന്നാ ജനിച്ച് സഹോദരനായതെന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് വീണ്ടും ഒന്ന് എടുത്ത് കളഞ്ഞു. എന്നെ തിരിച്ചു വന്നപ്പോൾ വീണ്ടും എന്നെ വിളിച്ചു പറഞ്ഞു, ഇതെന്താ പറഞ്ഞ് എൻ്റെ കയ്യിൽ പറഞ്ഞു, പാവമില്ലാതെ കല്ലരിയിട്ടെന്ന്. എൻ്റെ കയ്യിൽ കല്ല് ഇത് പാവമില്ല, ഒരു കാഴ്ച കല്ലുമില്ല, കാല് കൊണ്ടെന്ന് പറഞ്ഞ് അവിടെ നില കട്ടിലിരുന്ന് ഒരു ഒറ്റ തൊലി തൊളിച്ച് താളോട്ട് ഉരുണ്ട് പോകുന്ന സമയത്ത് എൻ്റെ കൂടെ വന്ന് അപ്പച്ചൻ കണ്ടു. അയ്യോ ഓടി വന്ന്, പാസ്റ്റർ സ്റ്റീവൻജി എന്നാ അങ്ങനെ പറ്റിന്ന്. ഇല്ല സാർ ഒന്നുമില്ല അപ്പച്ച, വാ പോരെ കയറി പോരെന്ന് പറഞ്ഞു. കൊടുത്തപ്പോൾ വീണ്ടും ഉണ്ടാകും പോയിക്കൊണ്ട്, സഹോദര നിങ്ങളുടെ ആഗ്രഹം പോലെ എനിക്ക് തന്നു, ഇനി എൻ്റെ ആഗ്രഹം ഇതിൽ വായിച്ച് മാനസാന്തരപ്പെടുകയാണ്. ഇനി ഇത് കുഞ്ഞി നീട്ടിയാൽ എൻ്റെ വളതും ഒരു കാളും ഒരു കയ്യും എടുക്കുന്നു പറഞ്ഞു. ഓടിക്കുന്ന ഓടത്തില്ല, ഞങ്ങളുടെ പ്രേസറ്റ് മോളിലെയാണ്. അങ്ങനെ മുകളിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അവിടെ മിന്നിപ്പോയി രണ്ടുപേരും നിങ്ങളുടെ പ്രവർത്തന സ്ഥലത്ത് എത്തത്തില്ല, സഭമായിട്ട് പോകത്തില്ല പറഞ്ഞ് ഞങ്ങൾ PC എടുത്തു വിട്ടപ്പോൾ ഞങ്ങൾ വീണ്ടും എടുത്തിട്ട് തിരികെ നോട്ടീസ് കയ്യിൽ വാങ്ങിച്ച് കൊടുക്കുക. ഞങ്ങൾ മുമ്പിൽ കീരിക്കളഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കയ്യെ പിടിച്ചത് കണ്ടിട്ട് അപ്പച്ചൻ്റെ കൈ എങ്ങനെ ഞാൻ പിടിച്ചിട്ട് പറഞ്ഞു, അപ്പച്ച ഈ വിഷയം ആരോട് പറയത്, സഭയിൽ ആരോട് പറയണ്ട, നമ്മുടെ പെരുമ്പടപ്പിടിച്ച് നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞ ശേഷമേ പറഞ്ഞ് ഞങ്ങൾ കടന്നു വന്നപ്പോൾ കയ്യെ പിടിച്ചത് കണ്ട അടുത്ത നിമിഷം ഞാൻ ഐസിയിൽ കിടക്കുന്നത് കണ്ട് കാഴ്ചയാണ്. അത് പിന്നെ എന്നെ നടന്നത് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഇവിടെ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിലെ കട്ടം സെൻറ്റ് ജോൺസ് കൊണ്ടുവന്നു ആൾക്കോടിയെ ചോറയായിട്ട് സർത്തിച്ചു, അവിടെ കൊണ്ടതാക്കി. എങ്കിലും കർത്താവ് കൃപയാലെ വീണ്ടും ആ മേഖലയിൽ നന്നാക്കി കടന്നു പോയപ്പോൾ എന്നെ തൊളിച്ച് പെങ്ങളെടുക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ യേശുവിൻ നാമത്തിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം പ്രവർത്തിച്ചു. ഇത്ര കൈ നിറച്ച് കുടിയെടുത്ത് വാരിക്കൊണ്ട് വാസ്തേ ഇതിലേക്ക് വേണ്ട ദൈവം സവിക്കുമ്പോൾ ഈ നടുവിനെ സവിക്കുമ്പോൾ ഞങ്ങൾ കൈ വെച്ചു. ഭർത്താവോട് പറ്റിയ പറയാം, സഹോദര അവിടെ കൈവച്ചോ, നിങ്ങൾ തന്നെ കൈവച്ചോ, ഞങ്ങൾ പ്രാർത്ഥിക്കാം കൈവച്ച് പറയാം. അത്ഭുതം കർത്താവ് പ്രവർത്തിച്ചു. അങ്ങനെയാണ് സുവിശേഷങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ ചോരയായിട്ട് സർത്തിച്ച് കിടന്ന സമയങ്ങളുമുണ്ട്. 1-2 ദിവസം ഐസിയിൽ കിടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ കുരിശുമല ഭാഗത്തിലേക്ക് മറ്റൊരു ഇവിടെ തന്നെ കട്ടപ്പടയിലെ സുവിശേഷം പറഞ്ഞ് സംഗീതം 91 അത്യുന്നെങ്കിലും അറിവ് വസിക്കും സരസ്വതി നിലയിൽ പാർക്കിംഗ് ചെയ്ത് വചനം എടുത്ത ഉടൻ തന്നെ RS-കാരൻ ആളുകൾ കുരുകൂടിയുമായിട്ട് വന്ന്, എടാ പാണ്ടി ഇറങ്ങിക്ക്, ഞാൻ ഇപ്പം കാണിച്ചു തന്നെ എല്ലാ വീടുകളും കയ്യിൽ ക്രിസ്തു മതം പറപ്പും നീ കാണിച്ചു. അങ്ങനെ തല്ലി ചതയ്ക്കാൻ കുരുകൂടിയുമായിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾക്ക് പുറത്ത് ഇറങ്ങിയ ഉടൻ തന്നെ അവർ എല്ലാവരും കുരുകൂടിയുമായി ഇട്ടിച്ച് ഓടിയ സമയത്ത് എല്ലാവരും അർദ്ധരാത്രിയിൽ പിടിച്ച് അവൾ കൊണ്ടുവന്നപ്പോൾ അവർ അത് നമ്മുടെ സഹോദരന വീട്ടിലവർ മൂത്ത സഹോദര അറിയാതെ കൊണ്ട് ശ്രമിക്ക് വിട്ട് പോട്ടെ, ഒന്നും ചെയ്യണ്ട പോട്ടെ. ഇന്ന് വരുന്ന ഭാഗം തന്നെ ആ വീട്ടിനകത്ത് ഫോട്ടോവെല്ലാം തകർത്ത് മെയിൻ സ്വിച്ചിൽ അടിച്ച് തകർത്ത് അകത്ത് കയറി വന്നത്. ഞങ്ങൾ ഒന്നും മിണ്ടിയിട്ടില്ല. കർത്താവ് യുദ്ധകരനായിട്ട് നിന്ന് ദൂതമാരി സ്ഥാനത്തെ തന്നെ ഞങ്ങളെ സൂക്ഷിക്കുവാൻ
സർവകൃപ ദൈവങ്ങൾ സഹായിച്ചു. ദൈവസനെ സഭയെ നമുക്ക് ഇത് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഏത് പ്രതികൂലത്തിലും നമ്മൾ വിജയം നേടാൻ സാധിക്കും. യേശു ഇപ്പോഴും ജീവിക്കും. പാസ്റ്റർ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഒരു പാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്? ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഒരു സഭാ ശുശ്രൂഷകനായിട്ട് ഇരുന്നിട്ടുള്ളത്? ഞാൻ സഭാശുശ്രൂഷകനായിരുന്ന സമയത്ത് ഇത് അല്ല, ഏതൊക്കെ സ്ഥലങ്ങൾ? പുട്ട് സിറ്റി, മേപ്പാറ ഒരു സ്ഥലം. അതിനുശേഷം ഇവിടെ കളരിക്കൽ എസ്റ്റേറ്റില്, പിന്നെ അതിനുശേഷം പുളിയമളി സഭയില്, അതിനുശേഷം നമ്മുടെ കടസിക്കടവ് ആമയാർ, പാമ്പുംപാറ, പാമ്പുംപാറ സ്ഥലത്ത് ചർച്ചില് പാസ്സായിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ GFA നടത്തുന്ന തിരുവള്ളയിലെ ഒരു ഭാഗത്തില് വർഗീസ് ഡോക്ടർ സഭയിൽ 1-2 ദിവസം പ്രസംഗിക്കാനും പാസ്റ്ററെ വിളിക്കുമ്പോൾ അങ്ങനെ പോകാറുണ്ട്. പല ഭാഗങ്ങളിൽ ഇങ്ങനെ പോയിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്ടിലെയും ജേക്കക്കാലിൽ പല സ്ഥലത്തിലുണ്ടിട്ടുണ്ട്. തിരുവള്ളൂർ കോളനിയിലെ പാസ്റ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ കേരളത്തിലെ കഞ്ചിപ്പാറ പറഞ്ഞ സ്ഥലത്തിലും പാസ്റ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിനെ പോലെ ഏരിയയിൽ ഇപ്പോൾ ഒന്നും മുറുക്കടിയിലാണ്. ഞാൻ ഒരു ചെറിയ കൂടാരം ഞങ്ങൾ അധ്വാനിച്ച് കൂടാരടിച്ച സമയത്ത് ഒരു പാസ്റ്റർ ഞങ്ങൾ ഹെൽപ്പിങ് ചെയ്യാൻ വേണ്ടി വന്ന ഈ കാലഘട്ടങ്ങളിൽ പാസ്റ്റർക്ക് ദൈവം തന്നിട്ടുള്ള കൃപാവരങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് രോഗികളെ സൗഖ്യമാക്കാനുള്ള കൃപാവരം ദൈവം തന്നിട്ടുണ്ട്. ഏത് രോഗത്തിനും കൈവയ്ക്കണം, പ്രാർത്ഥിക്കണം. ഞാൻ പൂർണ്ണ ആളുകളെ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. പ്രാർത്ഥിച്ച് ഞങ്ങൾ തന്നെ മുമ്പിടിയില വിരിച്ചിട്ട് ആടിയുടെ വന്ന പാസ്റ്റർ എന്ന് പറഞ്ഞ് ഇന്ന് ഞാനിപ്പോൾ എന്നാ ചെയ്യാൻ വരുന്ന വ്യക്തി മുമ്പിൽ മുട്ടുകുത്തി വീണ സമയങ്ങൾ അവർ യേശുവിൻ നാമത്തിൽ ദുഷ്ടശക്തി ഈ സൗകര്യം വിട്ട് മാറട്ടെ. എൻ്റെ അരുമനാഥന്റെ തിരു രക്തത്തെ ശിരസ് വില്ലോട് പറയും കഴിയ തിരു ശക്തി വ്യാപരിക്കട്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഇവളെ വിട്ട് മാറത്തെന്ന് പറഞ്ഞു. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ വീണ് തവളോട്ട് വീണ് ഞാൻ പൊക്കോളാവേ എന്ന് പറഞ്ഞ് അങ്ങനെ പോയ സമയങ്ങളിൽ എല്ലാ സഭയിലെ കണ്ട വിഷയങ്ങളാണ്. പിന്നീട് പാസ്റ്റർ ഇപ്പോൾ ഒരു സഭ നടത്തുന്നുണ്ട്. പാസ്റ്റർക്ക് ഇതിന്റെ ഇടയ്ക്ക് ചില രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നു. അതെന്താ സംഭവം? പറയാം. ഞങ്ങളുടെ വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ള ജോർജ് അച്ചായൻ്റെ മോണ് തോപ്പിൽ കുളത്തിങ്കൽ സാബുന്ന് എവിടെ ഒരു അച്ചാച്ചൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വർഷങ്ങളായിട്ട് പരിചയം. മക്കളില്ലാ സമയത്ത് അവിടെ വീട്ടിൽ 5 വർഷം തങ്ങി താമസിച്ചിട്ടുണ്ട്. അവർ കൂട്ടത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ തന്നെ താമസിക്കാൻ ഇടയായിട്ടുണ്ട്. ആ സമയത്ത് സാവിച്ചതിൻ്റെ ഒരു മരണം വന്ന് കേട്ട ഉടനെ എനിക്ക് മനസ്സ് വലിയ പ്രയാസമായി പോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ സാറാമേ നമ്മൾ രാവിലെ സാവിച്ച ഭവനത്തിൽ വരെ പോകണം. നമ്മളോട് തിന്നും കുടിച്ച് നമ്മൾ സഹായിച്ച ഒരു കുടുംബമാണ്. എങ്ങനെ മറക്കാൻ സാധിക്കും? പോകണം. ഇനി ഒരുക്കത്തിൽ ഞാൻ ഇത് റെഫറൻസ് നമ്മൾ എഴുതുന്ന സമയത്ത് സമയം ഒരു 2:30-3 മണിയായി. പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടി. ദുഃഖ വീട്ടിലുള്ളവർ പ്രാർത്ഥിച്ചു. ഇടയാൻ പിന്നെ ബൈബിൾ റെഫറൻസ് എടുത്ത് പോയേക്കാൻ ഓർത്തപ്പോൾ പെട്ടെന്ന് ഈ വലത് കൈയും കാളും ഇങ്ങനെ വിയർപ്പ് പോലെ വന്ന് ഏതാണ്ട് പോലെ എന്നാ പറ്റത്തില്ല. ഞാൻ നുള്ളി പരിക്കുക. ചങ്കിനത് പ്രയാസം. അപ്പോൾ സാറാമെന്ന് പറഞ്ഞു സാറാമേ ഒന്ന് ചങ്ക് പുറത്ത് ഒന്ന് ഇതിൻ്റെ എത്ര ബലം കൂടി ഇനി എന്തിയാ ഈ പഞ്ചിങ് ചെയ്യാൻ പറഞ്ഞു. ചെയ്ത് ഞാൻ ഫ്രണ്ട് ചെയ്തപ്പോൾ അന്ന് വേദന ഇച്ചിരി അല്പം പുള്ളിക്കാരത്ത് ഒരു ഇഞ്ചി തെറ്റിത്തരാം, വെളുത്തുള്ളി തരാം എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഒരു ഗുണമില്ല. വീണ്ടും രാവിലെ 4 മണിക്ക് തന്നെ ആ വേദനയോടുകൂടെ മോണം ഉസിപ്പി ബൈക്കുമായിട്ട് കൃഷി ഡോക്ടർ കടന്നുപോയപ്പോൾ പറഞ്ഞു സാറ് പറഞ്ഞത് കുടുംബത്തോട് വിളിച്ച് പറയുക ഫിലോമിന സ്റ്റീവൻ പോയി, അവൻ നമുക്ക് കിട്ടത്തില്ല. കാരണം മൈനറല്ലേ മേജറായിട്ടാണ് വന്നിരിക്കും. വിഷയങ്ങളാണ് തോന്നുന്നത്. അറ്റാക്കാണ്. ഇന്ന് പറഞ്ഞ സംസാരിക്കും വരുന്നതിടയ്ക്ക് ഒരു 5000 കൊണ്ടുപോകാം. ഇന്ന് പറഞ്ഞ് അവരാണ് 5000 കൊണ്ടുവന്ന് ഇവിടെ മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസിനെ അയച്ചു വിട്ടു. അങ്ങനെ ദൈവകൃപയാൽ പോകുന്ന മുമ്പ് സെൻറ് ജോൺസിലാക്കിയിട്ട് പോയാക്കണം. അവിടെ പോയി പറഞ്ഞു 30 മിനിറ്റ് കൊണ്ട് ഈ ശരീരം മരിക്കും സാറേ, യാതൊരു സംശയമില്ല, ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യാനാണ് പറഞ്ഞ് എല്ലാം എന്നെ ചുറ്റി ഡോക്ടർമാർ ഇരിക്കുക. ഡോക്ടർമാർ വന്ന് എല്ലാം റെഡിയാക്കിയ ടക്കണ് റെഡിയാക്കി ഓപ്പൺ റെഡിയാക്കി പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത പെട്ടെന്ന് അല്ലെങ്കിൽ കാറ്റ് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നിട്ട് പറഞ്ഞു സാറേ എനിക്കൊന്നും ചെയ്യണ്ട, എനിക്ക് ഒരു കുഴപ്പമില്ല. ഇനി പറഞ്ഞു ഇല്ലല്ലേ വഴിത്താൽ മരിച്ചാണെങ്കിൽ ഉത്തരവാദില്ലെന്ന് പറഞ്ഞു. ഞാൻ ഒരു സാരമില്ല, ഉത്തരവാദി നിങ്ങൾക്ക് ഇവിടെ ചെയ്ത് മരിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, ഇവിടെ നാട്ടുകാരൻ ചോദിക്കും, അതുകൊണ്ട് വേണ്ട, ഞങ്ങളുടെ കർത്താവ് കൃപയാൽ ഞാൻ എന്നെ ഇവിടുത്തെ പറഞ്ഞയച്ചാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി തേനിക്ക് പോയി. തേനിക്ക് ഇറങ്ങുമ്പോൾ അവിടെ ബോർഡിന് പൈസ കെട്ടി വെച്ചാൽ ചെയ്യാം, ഇല്ലെന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ 5 പൈസ അല്ലേ, ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡാൻസ് വന്നതാ സാറേ, ഇനി സഹായിക്കുന്നു, ഇവിടെ പൈസ കെട്ടാൻ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. അവിടുന്ന് ആംബുലൻസ് ആക്കി കോട്ടയം പോയി സാറേ. അവിടെ 6 ബ്ലോക്ക് ഓപ്പൺ സെറ്റ് ചെയ്ത് പറ്റത്തുള്ളൂ പറഞ്ഞു. അവരോട് പറഞ്ഞാൽ എങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് ചെയ്യാൻ പരമാവധി സഹായിക്കണം ചോദിച്ചപ്പോൾ ഒരു രക്ഷയില്ല, പൈസ 95,000 കെട്ടിവെക്കണം. ഈ 95,000 എവിടെ പോകും? ഇപ്പോൾ തൽക്കാലത്ത് നിങ്ങൾ കുളിയോ തന്നെ കൂടെ പൊക്കോടെ പറഞ്ഞു. അങ്ങനെ ഒരു 3 മാസം കുളിയിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയും കുളിയ കഴിക്കുകയും ചെയ്തപ്പോൾ ഈസാപ്പ് എന്ന് പറഞ്ഞ ഒരു ഇതിൽ പോയി ചെന്ന് ചോദിച്ചു, സാറേ ഇത് ഒരു ഓപ്പറേഷൻ എനിക്ക് പറഞ്ഞ 10/11/2023 കാലഘട്ടത്തിൽ ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, പൈസ എങ്ങനെയാവും തരാവുന്നു. നിങ്ങൾ ഒരു കാര്യം ഒരു ഒപ്പിട്ട് പെട്ടെന്നെങ്കിൽ റെഡിയായിട്ടവർ ഒരു 80,000 അവിടെ നിന്ന് വാങ്ങിച്ച്, പിന്നെ കുളുവിൽ എൻ്റെ കുടുംബം പോകുന്ന കുളുവിൽ 60,000 വാങ്ങിച്ച് അത് കൊണ്ടുപോയപ്പോൾ അവിടെ പോയ സമയം തൊട്ട് ഓരോ റിസൾട്ടുക്കും ബ്ലഡ് ചെക്കിങ്, യൂറിൻ ചെക്കിങ്, എക്കോ ഒക്കെ എല്ലാത്തിനും പൈസ DDC എന്ന് പറഞ്ഞ ഒരു പുറവസം അയച്ചു കൊടുത്ത് അത് 300, 600, 1100 ഒരു 10 മിനിറ്റ് ചെയ്യുന്നതിന് ഇങ്ങനെ ചെയ്ത് എങ്ങളുടെ കയ്യിൽ പൈസ ഇത് ഉള്ളത് കൊണ്ടും ഇതായി. പിന്നെ ഒരു സവർ ഇങ്ങനെ പളവാതി പിരിവെടുത്ത് ഒരു 90 ഞങ്ങളടയ്ക്കാം എന്ന് പറഞ്ഞ് അങ്ങനെയാ വന്ന് ദൈവഗുരുവാൽ വാദം തുറന്ന് അടച്ചിട്ട് വന്നെ. അതിന് പേരിൽ ചില ചില കൊടുത്തവരും ഒരു 1.5 ലക്ഷത്തോളം പുറവസം കടമുണ്ട് അതിന്. ഇപ്പോഴും മാസത്തിൽ എങ്ങനെ പോയാലും അവിടുന്ന് കിട്ടിയ 2,465 രൂപയാണ് അവിടെ കേരള മെഡിക്കലിൽ, കോട്ടയം മെഡിക്കൽ തൊട്ടടുക്കുന്ന മെഡിക്കൽ ഷോപ്പിൽ വാങ്ങിച്ചത്. ഇവിടെ വന്ന് നീതി സ്റ്റോറിൽ 1,600, 1,800 രൂപ എല്ലാ മാസങ്ങളും ഞങ്ങൾക്ക് വേണം. പിന്നെ അതുകൂടെ ഈ പുള്ളിക്കാരത്തി അവിടെ ഈസാപ്പിൾ അടച്ചതിക്ക് അവിടെ 800 രൂപ അടയ്ക്കണം മന്ത്ലി. കുടുവിളിയും ഒരു 400 സിസ്റ്റം അവർ അങ്ങനെ അടയ്ക്കണം. ഇങ്ങനെയാണ് ഞങ്ങളുടെ കാര്യത്തിൽ. പിന്നെ വിശ്വാസം പറ്റില്ലെങ്കിൽ ഇന്ന് ആരോടും ചോദിക്കാതെ ഇതുപോലെ ഇവിടെ സാജു ബ്രദർ പോലെയും കൂപ്പ് വിളിച്ചവർ എനിക്ക് 1,000-500 ഇങ്ങനെ തന്ന് എന്നെ സഹായിക്കുന്നതുകൊണ്ട് അത് കുളിക്കും, പിന്നെ ഇച്ചിരി കടയിലും കൊടുക്കും. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും ഈ കവാത്തും കായടിക്കാൻ എൻ്റെ കുടുംബം പോകുന്നുണ്ട്. ഇങ്ങനെ ആരോടും ചോദിക്കാൻ നാണക്കാണ്. ഇതുവരെ വന്നിട്ട് അങ്ങനെ ചോദിച്ചില്ല. ദൈവം ഒരു ഇത്രത്തോളം ഇങ്ങനെ നടത്തി കടപ്പാടുണ്ട്. മോണാണെങ്കിൽ യൂണിയൻ ബാങ്കിൽ 3,60,000 അങ്ങനെ അടയ്ക്കാൻ കിടക്കുക. അവർ കഴിഞ്ഞ മാസം കൂടെ വിളിച്ചു 7,300 അവിടെ മൊത്തം പലിശ തന്നെ വന്ന് അടയ്ക്കണം ബ്രദറാണ്. അവർ എൻ്റെ കാര്യം പറഞ്ഞു, ഞാൻ ഓപ്പൺ സർജറി ചെയ്ത് കിടക്കുകയാണ്, അവധിയിൽ റെസ്റ്റിലാണ്, നിങ്ങളുടെ പൈസ ഒരിക്കലും ഇല്ലെന്ന് പറയത്തില്ല, എങ്കിലും ഞങ്ങൾ തരും, ഇപ്പോൾ എന്നെയും തരും, സോറി എന്ന് പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ദൈവം നടത്തുന്നുണ്ട് മാസ്റ്റർ. ആൻറ്റി എങ്ങനെയാ ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നത്? ക്രിസ്തീയ വിശ്വാസത്തിലായിരുന്നോ നേരത്തെ മുതൽ? അല്ല, എനിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് വിശ്വാസത്തിലായിരുന്നു. എനിക്ക് വയറുവേദന എന്തോ ഒരു അസുഖമായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മ ഇങ്ങനെ പല ആശുപത്രികളിലും പല സ്ഥലങ്ങളിലും എല്ലാം പോയിട്ട് അത് കുറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു അമ്മാമ്മ പറഞ്ഞു, അന്ന് ഞാൻ കുഞ്ഞിൽ എനിക്ക് 2 വയസ്സുള്ളപ്പോൾ എനിക്കിപ്പോൾ 53 വയസ്സുണ്ട്. അന്നേരം പറഞ്ഞു, അന്നമ്മ കൊച്ചിനെയും കൊണ്ട് വാ, ഇന്നൊരു കൺമിഷൻ നടക്കുന്നുണ്ട്, അതിൽ അനേക ദൈവദാസന്മാർ വരും, പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടിയെങ്കിൽ അന്നമ്മ വിശ്വാസത്തിൽ വാ, അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന വിശ്വാസത്തിൽ നിൽക്കാൻ പറഞ്ഞു. അന്നേരം എൻ്റെ അമ്മ എന്നെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ് അവിടെ പ്രാർത്ഥിച്ച് ആ കൺമിഷൻ കൂടി വന്നേ പിന്നെ ആ അസുഖമൊന്നും ഇതുവരെയും അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് അമ്മ അന്ന് മുതൽ വിശ്വാസത്തിലാണ്. അതേ മാതൃകയിൽ ഞാനും വിശ്വാസത്തിലായിരുന്നു. അന്നേരം പിന്നെ വിശ്വാസത്തിൽ തന്നെ പാസ്റ്റർ വിശ്വാസത്തിലായ സമയത്താണ് ഞങ്ങൾ 2 പേരുടെയും വിവാഹം നടക്കുന്നത്. എൻ്റെ അച്ഛൻ ഞാൻ കുഞ്ഞിലേ എവിടെയോ ഇട്ടിട്ട് പോയി, ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെയാണ് ഞാൻ വിശ്വാസത്തിൽ വന്നത്. ഇന്ന് വരെ ആ വിശ്വാസത്തിൽ നിൽക്കുന്നു. അച്ഛൻ ചെറുപ്പത്തിൽ ഉപേക്ഷിച്ച് പോയതാ? അതെ. ഇതുവരെ അച്ഛൻ എവിടാന്നും അറിയത്തില്ല. എനിക്ക് 6-7 മാസം പ്രായമുള്ളപ്പോൾ പോയതാ. അമ്മയാണ് കഷ്ടപ്പെട്ട് വളർത്തിയത്. സഹോദരങ്ങളൊക്കെ ഉണ്ടോ? ആരുമില്ല, ഞാൻ ഒരേ ഒറ്റ മകളേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ആൻറ്റിയും അച്ചായനും സുവിശേഷ വേല ചെയ്ത് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചായനൊരു ഓപ്പൺ സർജറി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെതായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ഈ കേൾക്കുന്ന ആളുകളോട് എന്താണ് പാസ്റ്റർക്ക് പറയാനായിട്ടുള്ളത്? ഏതാണ്ട് നല്ലൊരു ആയുസ് മുഴുവൻ ഈ ഹൈറേഞ്ചിൻ്റെ, ഇടുക്കി ജില്ലയുടെ
ഹൈറേഞ്ചിൻ്റെ മലമടക്കുകളിൽ സുവിശേഷ പ്രവർത്തനമായി നിന്ന ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്ന ഈ പാസ്റ്റർ സ്റ്റീഫൻ, അദ്ദേഹവും കുടുംബവും വളരെ ദീർഘവർഷങ്ങളായി ഇവിടെ സുവിശേഷ വേല ചെയ്യുന്നു. പാസ്റ്റർ ഇപ്പോൾ ഒരു ഓപ്പൺ സർജറി ആയിട്ട് ഇരിക്കുന്നു. തനിക്ക് സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. നിങ്ങൾ ഈ കേൾക്കുന്ന ആളുകൾ ഈ കുടുംബത്തെ സഹായിക്കാനായിട്ട് നിങ്ങൾ മുമ്പോട്ട് വരണം. എന്താണ് പാസ്റ്റർക്ക് അവരോട് പറയാനായിട്ടുള്ളത്? കേൾക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? കേൾക്കുന്ന ആളുകളോട് പറയാൻ ഒറ്റ കാര്യം, ഈ ചെറിയവരുകളിൽ നിങ്ങൾക്ക് ഏത് ചെയ്താലും ദൈവത്തെ ചെയ്തതായിട്ട് കരുതി നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങൾ ഒരു പ്രാർത്ഥിക്കും, നിങ്ങൾ പ്രവർത്തനം കുടുംബകാര്യത്തെ വെച്ച് പ്രാർത്ഥിച്ചേക്കാം. പിന്നെ എന്തെങ്കിലും ഒരു വിഷയം എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥന വിഷയം പറഞ്ഞ് നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ മുട്ടുമഴയ്ക്ക് പാസ്റ്റിങ് എടുത്ത് പ്രാർത്ഥിച്ച് നിങ്ങൾ സഹായിക്കാം. വേറെ നിങ്ങൾ കൊണ്ടങ്ങോട്ട് കൊടുക്കാൻ നിവൃത്തിയില്ല. ദൈവം നിങ്ങൾ സമത്തെ അനുകരിക്കും. കാരണം ഒന്നുമുള്ള അതിനുള്ളതുപോലെ വിളിച്ചു വരുത്തും നല്ല കർത്താവിൻ്റെ കാര്യങ്ങളിൽ. ഇപ്പോൾ പാസ്റ്റർക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 58 വയസ്സ്. ഇനി എന്തൊക്കെയാണ് സുവിശേഷ വേലയിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ? എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യം ഇന്നും തീർന്നിട്ടില്ല. എൻ്റെ ഉള്ളിൽ ഒന്നും നിവർത്തിച്ചിട്ടില്ല ഇതുവരെ. കാരണം ഒത്തിരി തരസം കിടപ്പുണ്ട്. കാരണം ഇല്ലാത്തവരെ വിളിച്ചു വരുത്തി, പ്രായമുള്ള അമ്മച്ചിമാരെ വിളിച്ചു വരുത്തി ഒരു ഓർഗനൈസ് നടത്തണം. അവർക്ക് ആഹാരം കൊടുക്കുക, കുളിപ്പിക്കുക, സ്തോത്രം സ്തുതി പറഞ്ഞുകൊണ്ടിരിക്കുക, ദേശത്ത് ഓർത്ത് പ്രാർത്ഥിക്കുക, നമ്മുടെ ഭാരത്തെ വെച്ച് പ്രാർത്ഥിക്കണം. അവർ கொஞ்சம் പ്രാർത്ഥിക്കും. പിന്നിട്ട് വന്ന് ഒരു ബൈബിൾ സ്കൂൾ തുടങ്ങുന്നതാണ്. ഞങ്ങളെ ഒരു മുറിക്കഴിൽ 10 സെന്റ് സ്ഥലം കിടപ്പുണ്ട്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ വേലയിലുള്ള ബന്ധത്തിൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോകണം. പല രാജ്യത്തിലും ദൈവസ്വരം വന്ന് പ്രാർത്ഥിക്കണമെന്ന് ഒത്തിരി ആഗ്രഹിച്ച വർഷങ്ങളായിട്ട് കിടക്കുന്ന ഒരു ദർശനമാണ്. ഇല്ലായ്മ കിടക്കുന്നവരെ സഹായിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എങ്കിലേക്കാൾ ഉപരി മറ്റൊരു കൂട്ടി സഹായിക്കണം. അവർ പോയി കണ്ടെത്തി സഹായിക്കണം. ചുമ്മാ മറ്റു പാസ്മാർക്ക് കയ്യിൽ കൊടുക്കത്തന്നെ ഞാൻ. അത് എനിക്ക് വിശ്വാസമില്ല. ഇപ്പോൾ ഓപ്പണായിട്ട് പറയാൻ ഫസ്റ്റ് വിശ്വാസം. കാരണം തന്നെ ഞങ്ങൾ അനുഭവിച്ചതാ. ഒരു ജസ്റ്റ് ഒരു സൈക്കിളിൽ പോയി പല ദൈവദാസന്മാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, പ്രാർത്ഥിക്കുക, കർത്താവ് വൻകാര്യം ചെയ്യും കേട്ടോ ശിവജി പൊക്കോന്ന് പറഞ്ഞതല്ലാതെ ഒരു അന്നാപൈസ തന്നിട്ട്. പക്ഷേ ഒരു ഹൈന്ദു പശ്ചാത്തലത്തിലുള്ള ഒരു പല്ലിൻ്റെ ജോലിക്ക് ഞാൻ പോയാണ്. പല്ലിൻ്റെ ജോലി പോയപ്പോൾ അവിടുത്തെ ഒരു സഹോദരിയുണ്ട്, സതീഷ് സാറാണ്. അപ്പോൾ പല്ലു ഞാൻ അപ്പർ ലോവർ എടുത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളി പറഞ്ഞ്, കുടുംബം പറഞ്ഞ്, അയച്ച സ്റ്റീവൻ പറഞ്ഞു ഒരു വണ്ടി എടുത്ത് കൊടുക്കുക, സ്കൂട്ടി. എടി എന്തെങ്കിലും പൈസ എന്തെങ്കിലും ബാങ്കിൽ വിട്ട് ഞാൻ തന്നേക്കാൻ ഒരു 13,000 ഇട്ട് എൻ്റെ പേര് വെച്ച് എൻ്റെ ഫോട്ടോ എടുത്തു കൊണ്ടുപോയി അവർ എൻ്റെ പേർക്ക് എടുത്ത് സ്കൂട്ടി വാങ്ങിച്ചു കൊടുത്തു. കൃപയ്യ പല വാസ്തുക്ക് വാങ്ങിച്ച് തികയാതെ അവർ തന്നെയാണ് വെച്ചുകൊണ്ടിരിക്കുകയെന്ന് അല്ലാതെ മറ്റു സുവിശേഷ വഴിക്ക് ആരും കൈവിറ്റാൻ എനിക്ക് കാണുന്നില്ല ഇത്ര വർഷത്തോളം. തമിഴ്നാട്ടിൽ മാറണ ചർച്ചിലെ ഒരു പാസ്റ്റർ ഉണ്ട്. കാരണം ആ മനുഷ്യന് ഇഷ്ടംപോലെ പൈസ ഉണ്ട്. ഒരു സുവിശേഷ വഴിക്ക് ഒരു ഡാമിൽ ചോദിച്ചു പറഞ്ഞു, എൻ്റെ വാക്കുകൾ ഇവിടെ നിന്ന് പ്രവർത്തിച്ച് അവൻ നിനക്ക് തരാറുണ്ട്. എനിക്കിവിടെ കർത്താവ് വിശാലമായിട്ട് കിടക്കുക, എൻ്റെ ദൈവനെ കരുതും. പാസ്റ്റർ ഓക്കെ താങ്ക് യു പാസ്റ്റർ. അങ്ങനെയാണ് ഇന്ന് ഡ്രമ്മും ഡാമിന് എല്ലാ കർത്താവ് ഒരു 10 വർഷം പറഞ്ഞു വാങ്ങിച്ചു. ഇന്ന് ഒരു 7,000-8,000 രൂപയ്ക്ക് ഒരു മൈക്ക് സെറ്റ് കൂടെ വാങ്ങിച്ചു വെച്ചിരിക്കുക. ഞാൻ ഇച്ചിരി നന്നായി കഴിഞ്ഞാൽ വീണ്ടും സ്കൂട്ടിൽ വെച്ച് തന്നെ ഇറങ്ങും ഞങ്ങൾ. ആദ്യം ഈ മുഖാൻ ഇതിനെ ചത്താലും കുഴപ്പമോ കർത്താവ് നിത്യതയിൽ പോകണമെന്ന് ഒറ്റ ആഗ്രഹം. നമ്മൾ ഒരു സ്വത്ത് സമ്പാദിക്കാനോ നമുക്ക് ഒന്നും ഉണ്ടാക്കി വരും എനിക്ക് ആഗ്രഹമില്ല. കർത്താവിന് വിലക്ക് ചെയ്യണം ഒറ്റ ആഗ്രഹം. അന്നും ഉണ്ട് ഇന്നും. എന്നീ എനിക്ക് സവിക്യം കിട്ടിയോ, എന്നീ എൻ്റെ കുഞ്ഞിനെ എൻ്റെ ദൈവതമ്പുരാൻ മക്കളെ 12 വർഷം ശേഷം 3 മക്കളെ തന്നോ, ആ ജീവിക്കുന്ന ദൈവത്തിന് ആണും ജീവിത സാക്ഷിയായി പറയണം. പക്ഷെ എനിക്ക് പോക്കുവരത്തിന് സാഹചര്യത്തിന് മെയിൻ പ്രോബ്ലം മണിയാണ്. അപ്പോൾ എനിക്ക് വരവോ ഒന്നും പറ്റുന്നില്ല. ആർക്കും ചോദിക്കാൻ നാണക്കട. അതുകൊണ്ട് ദൈവം അപേക്ഷിക്കുന്ന ഒരു കാര്യമല്ല. എനിക്ക് അങ്ങനെ ഒരു ചർച്ച വന്ന സ്ഥലത്ത് കണ്ടിട്ട് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു മുറിയായിട്ട് തന്നെയാണ് ശരി ഒരു അമ്മച്ചിമാർ താമസിക്കുക. ഒരു മുറിക്കാട്ടിൽ ഒരു മുറി ഇനി ചെയ്ത് കൊടുത്താൽ ഞങ്ങൾ അവരെ വെച്ച് പരാമർശിച്ച് കർത്താവ് വേല ചെയ്ത് മുമ്പിൽ പോകാൻ. അല്ലാതെ ഇല്ലാതെ മാതാപിതാക്കളില്ലാതെ അനാഥരെ കൊണ്ടുപോയി എടുത്ത് അവർക്ക് നന്നായിട്ട് ആഹാരം കൊണ്ട് കർത്താവിൻ്റെ വചനം പഠിപ്പിച്ച് അവരെയും കർത്താവിൻ്റെ വയൽഭാഗത്ത് ഇറക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. വേറെ ഒന്നും എനിക്ക് ഒരു കൊട്ടാരം വേണ്ട, ഉള്ളത് മതി. ഇതുവരെ വീടായിട്ടില്ല. പഞ്ചായത്തുകാർ എല്ലാവർക്കും വീട് വെച്ച് നമുക്ക് വീട് വെച്ചാൽ നിനക്ക് വിദേശ പണം ഉണ്ടോടാ ശിവൻ, നിനക്ക് എന്തിനാ ഇനി പറഞ്ഞ് ഇപ്പം എൻ്റെ ഈ മോളിലെ എൻ്റെ പവിത്ര ഗോൾഡ് ഡിജിറ്റൽ മോളിൽ സീറ്റ് മോളിൽ വിരിച്ചിരിക്കുന്നത് അത് എടുത്ത് കഴിഞ്ഞാൽ മഴ മൊത്തം ഒരിക്കത്ത് വേണം. കൃപയാൽ അന്നാണ് ഞങ്ങൾ സ്വയം ദൈവം കാക്കുന്നു.
ഞങ്ങൾക്ക് വലിയ ആർക്ക് വീട് ഒന്നുമില്ല, ഉള്ള സീറ്റിൽ തന്നെ നനയുക. അത് പഞ്ചായത്ത് ചെന്ന് പറഞ്ഞെങ്കിൽ മറ്റവർക്കുമില്ല, ഇത് ക്രിസ്ത്യ മതത്തിൽ വന്നവരല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ തല്ലിക്കളഞ്ഞു. റേഷൻ കാർഡും APL ആക്കി വെച്ചിരിക്കുക. അവർ തന്നെ എങ്ങനെയായി ഇപ്പോൾ അറിയത്തില്ല. ഒരു സ്കൂട്ടി വാങ്ങുന്ന പേരിൽ APL ആക്കി, BPL. ഇങ്ങനെ ദാസനെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഞങ്ങളെ അങ്ങനെ സഹായിക്കുന്ന കുടുംബങ്ങൾക്ക് സമൃദ്ധിയായ ഒരു ദർശനങ്ങളും അവരുടെ കുടുംബങ്ങൾ അവരുടെ തലമുറ അനുകരിക്കപ്പെടുമാറാട്ട്. ഞങ്ങൾക്ക് വലിയ തുക കൊണ്ട് വേണ്ട അവർ തന്നെ നേരെ വന്ന് ഞങ്ങളുടെ പൈസ തരവണ്ണ മുറികളെടുത്ത് അവർ സ്കൂൾ പോലെ ചെയ്തു കൊടുക്കട്ടെ. ഞങ്ങൾ ഒരു കാവൽക്കാണ് ഇരുന്നു കൊണ്ടും കർത്താവിന് വേണ്ടി ചില ഗ്രാമങ്ങൾ കടന്നുപോയും ഊഴിയം ചെയ്താക്കാണ് പറഞ്ഞത് ഞങ്ങൾ വിളിനപൂർവ്വമായി ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അപ്പോൾ ശരി പാസ്റ്റർ, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം പാസ്റ്ററുടെ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുവാൻ കഴിഞ്ഞതിൽ ഇനി എന്തെങ്കിലും പൊതുജനം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ പാസ്റ്റർക്ക് പറയാനായിട്ട്? പൊതുജനങ്ങളിൽ ഇറങ്ങണം, ദൈവം ചെയ്ത് വിടുതല ജനത്തെ അറിയിക്കണം. ഇനി എൻ്റെ കൂട്ടത്തിൽ ഒരു ദിവസം 7 ദിവസം ഓപ്പറേഷൻ ചെയ്തു, 2 പേർ മരിച്ചുപോയി. ഞാൻ 3ാമത്തെ ആളെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കാരണം കർത്താവിന്റെ കൃപ ഒന്നും ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്, ദൈവസഭയുടെ പ്രാർത്ഥനയാണ്. അവൾ ഒന്നടങ്ങ് വലിയ പ്രാർത്ഥന, ഓൺലൈൻ പുറകിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം സ്വർഗത്തിൽ അപ്പച്ച കേട്ട് എനിക്ക് ജീവനെ കൂട്ടിക്കൊടുത്ത് ഇന്ന് അവൾ വേലയ്ക്ക് വേണ്ടി എനിക്ക് ജീവനെ കൂട്ടിക്കൊടുത്തിരിക്കുക. കാളി പോവാറ് പോലെ ഈ മലപ്രദേശം ഇനി എനിക്ക് വേണം. ഇതുപോലെ ആ ദേശത്തോട് നിന്ന് നമ്മൾ പുറത്തുള്ള ചില ദൈവദാസന്മാർ ഒരുമിച്ച് നിന്ന് സാക്ഷി പറയുകയും ചെയ്യണം. ദൈവശുദ്ധ അത്ഭുത സാക്ഷി പറയണം. ഇത് മൂടി വയ്ക്കാന്നുള്ളതല്ലേ, ജീവനെ കൂട്ടിക്കൊടുത്തല്ലേ. നമുക്ക് തിന്നു കുറിച്ച് മുരിക്കത്തില്ല ഉള്ള കാര്യങ്ങളല്ല ദർശനം, പുറത്ത് ഇറങ്ങുക. ഓക്കെ, എന്നാൽ ശരി പാസ്റ്റർ ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനം പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞങ്ങളെ അലകൂടാതെ സ്നേഹിക്കുന്ന കർത്താവാൻ ദൈവമേ, ഈ നല്ലൊരു പ്രഭാതങ്ങളിൽ നൽകിത്തന്നല്ലോ കർത്താവ്. ഇത് ആർക്കും ലഭിക്കാത്തത് നിങ്ങൾക്ക് ലഭിച്ചതിനായി ഞങ്ങൾ ഭാഗ്യമായി കരുതുകയാണ് കർത്താവ്. ഞങ്ങൾ ഷെയർ ചെയ്ത കർത്താവ് സാക്ഷിവാചകൾ കൂടെ സ്വർഗീയനായ നല്ല കർത്താവ്, സ്വർഗസ്സും ഭൂമിക്ക് നല്ല കർത്താവ് പരിശുദ്ധാത്മങ്ങളെ എടുത്ത பயன்படுத்த மாத்திரமல்ல கேட்கப்பட்ட உள்ளங்களிலும் அப்படி ஆവശ്യங்கள் சொர்க்கத்தில் இறங்கி கத்தாவே அனுகிரகங்கள் വർദ്ധിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. ഇതുപോലെ ആരെങ്കിലും ഒരു പ്രശ്നം ഒതുക്കപ്പുറത്ത് ഗ്രാമത്തിൽ അറ്റഭാഗങ്ങളിൽ കർത്താവ് ആരും ഒഴിഞ്ഞ് മാറി നിന്ന് വളരെ നിലവിളിക്കുന്നുവെങ്കിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാതെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മണ്ഡലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ അപ്പച്ച് വഴിവാ തുറന്ന് നീ കർത്താവ് പ്രശ്നം അനുഗ്രഹിക്കണം. നീ അടച്ചാൽ ഒരിക്കലും തുറക്കാൻ പറ്റത്തില്ല. നീ തുറന്നാൽ ആർക്കും അടയ്ക്കത്തില്ല. അടയ്ക്കാതെ തുറക്കുന്നവനും തുറക്കാതെ അടയ്ക്കുന്നതുമായി നല്ല കർത്താവുകളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥി. ഇത്രത്തോളം എൻ്റെ കർത്താവ് ആമെ ടെസ്റ്റ് മണികളെ സാക്ഷികളെ ആമെ പരിശുദ്ധത്തിൽ ഷെയർ ചെയ്യുവാൻ സർവകൃപാദൈവങ്ങളെ ബലപ്പെടുത്തിയല്ലോ. ആ കേൾക്കപ്പെട്ട ഉള്ളങ്ങളെ അനുഗ്രഹിക്കട്ടെ, എങ്ങളെ ബലപ്പെടുത്തട്ടെ. എങ്കിൽ മുഖേന അനേക മക്കൾ രക്ഷയിൽ കടന്നു പോവാൻ ഒരു തൂതായിട്ട് പറഞ്ഞു പ്രാർത്ഥിച്ച് നിർത്തുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.